ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആദ്യം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് റാഗി സേമിയല്ലേ, അതുകൊണ്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള സേമിയ. പിന്നെ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒരു 2-3 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. കുതിർന്ന് കിട്ടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ തേങ്ങ അല്ലേനും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പോയി പൊളിച്ച് തേങ്ങയൊക്കെ ചിരവിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ചോരാനായിട്ട് വെക്കണം, ഒന്ന് കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഉപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ വെള്ളം ഒന്നുകൂടെ ചോർന്ന് വന്നതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ നമ്മളെ പുട്ടുകുറ്റിയില്ലേ, ഈ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്, അതിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിലാവുമ്പോൾ എളുപ്പമാണ്. കുക്കറിൽ ഇതേപോലെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ആവി വരും ചെയ്യും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കിട്ടും. പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇതിക്ക് ഈ ചിക്കൻ പാർട്സിൻ്റെ കറിയില്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ കറിയും ചിക്കൻ പാർട്സ് കറിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. എനിക്കിഷ്ടമാണ് അതിൻ്റെ കൂടെ ഇത് കഴിക്കണത്. പിന്നെ അതേപോലെ പഴത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിന്നിപ്പോൾ നേന്ത്രപ്പഴം ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലുള്ള വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഞാൻ ഈ ഒരു കുറ്റിക്ക് തേങ്ങയും അതേപോലെ തന്നെ റാഗി സേമിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അതേപോലെ മാറ്റിയൊക്കെ ഉണ്ടാക്കണ്ടേ. പക്ഷേ മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതിനോടൊന്നും. ഒരിക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതുതന്നെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ നമ്മളെ ചീയപ്പം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒരിക്കും ഇഷ്ടം. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നും ചെയ്തു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദോശമാവും ഉണ്ട് കേട്ടോ. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല, അതിൽ കുറച്ച് മാവുണ്ട്. പിന്നെ പറ്റാത്തവർക്ക് അത് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ ആവി വരും കേട്ടോ, എളുപ്പം വെന്ത് കിട്ടും, ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ആ ഒരു കുറ്റിയിലിട്ടിട്ട് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതും കൂട്ടി കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ പീസാക്കി പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പുട്ടും ചുടുന്നുണ്ട് കേട്ടോ. ഈ റാഗി കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണല്ലോ. പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ റാഗി കൊണ്ടാണല്ലോ അല്ലേ. അപ്പം ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് റാഗി. അതിനെ അങ്ങനെ അങ്ങോട്ട് മക്കൾക്കിട്ട് പറ്റൂല. അപ്പോൾ ഞാൻ പുട്ട് ചുടൽ കഴിഞ്ഞപ്പം ആ ഒരു കുറ്റിക്ക് തന്നെ കുറച്ച് തേങ്ങയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പഴമൊക്കെ അതിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. അതും ഞാൻ ആ ഇലയ്ക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ആക്കി, നെയ്യും പഞ്ചസാരയും കേട്ടോ. നെയ്യും പഞ്ചസാരയും കൂടെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര പിന്നെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന അത്ര നല്ലതൊന്നുമല്ല, എന്നാലും കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് കട്ടയായിട്ടാണുള്ളത്, എന്നാലും പഴത്തിൻ്റെ ചൂടുകൊണ്ട് വേഗം ഉരുകി കിട്ടിക്കോളും. അപ്പോൾ അതും മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ മഞ്ജുമോൾക്കാണ് കേട്ടോ ഞാൻ അത് കൊടുത്തത്. പക്ഷേ പറ്റിയിട്ടില്ല, കുറച്ച് തിന്നാണ്ട് പിന്നെ ബാക്കി അവിടെ തന്നെ വെച്ചിട്ടോ. ഒക്കെ കൂടെ ഒന്നും കഴിച്ചിട്ടില്ല. എത്ര ഒരു കഴിക്കണ രീതിയിൽ നമ്മൾ ആക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കഴിക്കൂല. പിന്നെ ഞാൻ ദോശമാവ് ഉണ്ടെങ്കിൽ ദോശ ചുട്ട് കൊടുത്തു. അതാവുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അതാവുമ്പോൾ ഓരോ വയറ്റിൽ കൂടെ പോവും. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു പുട്ട്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലും ഉണ്ട്. പിന്നെ കുട്ടികളും കഴിച്ചോട്ടെ വിചാരിച്ച് ഉണ്ടാക്കണതാണ്. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ ആക്കി കൊടുക്കും ചെയ്യും. അപ്പോൾ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരി പിന്നെ റേഷൻ കടയിലത്തെ അരി ആയതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മേലെന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ കണ്ടോ, കുരങ്ങുകളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ചെറിയ കുട്ടികളും വലിയ അമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതുവരെ കുരങ്ങുകൾ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ.
പിന്നെ മയിലൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്നോ 2 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പെരപ്പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കലുണ്ട്. കുരങ്ങ് ഇത്ര കുരങ്ങൻ കൂട്ടങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ സമയമായിക്കണ് വന്നിട്ടും, അപ്പോൾ പോണില്ല വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഭാഗത്ത് ഒരു ചെറിയ പ്ലാവ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പടർന്ന് പോയിക്കണ്. അതിൽ കൂടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കണമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കണുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമുക്കൊരു പഴക്കൊല ഉണ്ടല്ലോ കിച്ചണിൽ, അതിമൊന്ന് പഴുത്ത പഴം കൊണ്ടുപോയിട്ട് മഞ്ജുമോളും ഒരു പഴം ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ആ പഴം ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ തീരെ പോണില്ല. അപ്പോൾ അത് കഴിച്ച് കണ്ടോ, ഇങ്ങനെ നിന്നപ്പോൾ ആ മരത്തിൻ്റെ അവിടെ നിന്നപ്പോൾ മഞ്ജുമോളൊന്ന് എറിഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനല്ല കിട്ടിയിരിക്കണത്, ഇതിൻ്റെ താഴെ ഒന്നുണ്ടായിനി, അപ്പോൾ അതിനാണ് കിട്ടിയിരിക്കണത് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ കൂടി കിട്ടിയപ്പോൾ പിന്നെ തീരെ പോണില്ല. ഇനിയും കിട്ടും വിചാരിച്ചിട്ട് നിൽക്കേ കരമാണെങ്കിൽ. ഈ ചേമ്പിൻ്റെ തൂമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ച് തിന്നണുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു മുള്ളൻ ചക്കൻ്റെ മരമുണ്ട് താഴെ ഭാഗത്ത്. അപ്പോൾ അതിന്മേൽ നിറച്ച് ചെറിയ ചെറിയ ചക്കകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാവണുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊക്കെ പറിച്ചാണ്ട് എറിയണമുണ്ട്, കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മക്കളോട് ഇനി പഴമൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇട്ട് കൊടുത്താൽ തീരെ പോവില്ല പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഓരോ ചാട്ടം ഇതൊക്കെ നോക്കിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ജനലിനുള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് മഞ്ജുമോൾ എടുത്തതാണ് വീഡിയോ. പിന്നെ ഐഫക്കുട്ടിക്ക് കുറിച്ചുമോനും സ്കൂൾക്ക് പോകാനായിട്ടുണ്ട്, സ്കൂൾ ബസ് വരാനായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇനി അയറ്റളൊപ്പം പോകണ്ട, അയറ്റൾ അങ്ങനെ പോയിക്കോളും പറഞ്ഞാണ്ട് പിന്നെ ഓരോ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അയറ്റൾ പോണില്ലേ, കുറേ സമയം അവിടെ നിന്നാണ് കേട്ടോ. ആ താഴെ ഭാഗത്തെ തെങ്ങിൻ തോട്ടം ഉണ്ടല്ലോ, പിന്നെ കുറേ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നോക്കിന്നാ നമ്മളെ ടൈം പോണത് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം കിച്ചണിക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മളിന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കുള്ള സവാള, തക്കാളി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ചോറും വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ട് പിന്നെ ഈ അടുപ്പത്ത് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചിലപ്പം അടുപ്പ് കത്തിക്കാൻ നിൽക്കലില്ല. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ എളുപ്പം ഫുഡ് ആവണ്ടേ. അപ്പം ഇന്നിപ്പോൾ ചിഞ്ചുമോൾക്ക് ക്ലാസ്സില്ല, മഞ്ജുമോൾക്ക് സ്പോർട്സാണ്, അപ്പോൾ ഓളും പോകണില്ലെന്ന്. അപ്പോൾ ആക്കം പോലെ ആയാൽ മതി. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള മൺചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ്. പിന്നെ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി അത് ഇട്ട് കൊടുത്തു. പിന്നെ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ചിക്കൻ കറിയിൽ ഞാൻ അധികം മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും അധികം ചേർക്കില്ല. ചിക്കൻ മസാലയാണ് കേട്ടോ കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഒക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. ഇന്നിപ്പം അങ്ങനെയല്ല കേട്ടോ, ഫ്രൈ ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അധികം ഓയിൽ കുറക്കണതാണല്ലേ നല്ലത്. അങ്ങനെ സവാളയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. സവാള ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ശരിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ വഴന്ന് വരാണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വിറകടുപ്പ് കത്തിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. വിറക് നല്ലോണം കത്തണ വിറകും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് കുക്ക് ചെയ്യണേന് വെക്കൂല. ഗ്യാസുമ്മ കുക്ക് ചെയ്താൽ കുക്കിങ്ങൊക്കെ എളുപ്പം തീരും. പക്ഷേ വിറകടുപ്പിൽ കുക്ക് ചെയ്യണത് എനിക്കിഷ്ടമാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ഫസ്റ്റൊക്കെ കണ്ടിന്യൂ കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മൾ അടുപ്പുകൊണ്ട് തന്നെ നമ്മൾ വൈറലായത് ആദ്യം ചെയ്തിരുന്നത് കേട്ടോ. ഈ ഒരു വിറകടുപ്പ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിയപ്പോഴേ ഇവിടേക്ക് വെളിച്ചക്കുറവ് നല്ലോണം വന്ന്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വല്ലാതെ ഞാൻ അടുപ്പ് കത്തിക്കലില്ല. അതേപോലെ പിന്നെ മഴക്കാലം അല്ലേ ഇനിയപ്പോൾ. അപ്പോൾ കേട്ടോ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ പിന്നെ തക്കാളി കട്ട് ചെയ്തതും പച്ചമുളകും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിന്. പിന്നെ ഒക്കെ വഴന്ന് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മസാലയാണ് കൂടുതൽ ചേർത്തത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് എന്താ വെച്ചാൽ കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. വെറും ചിക്കൻ മസാല ചേർത്താൽ കറി കളർ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതേപോലെ പെരിഞ്ചീരകം പൊടിച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ടിട്ട് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാമല്ലോ. അകത്ത് കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ, അത് കഴുകണം. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. തീ കത്തുണ്ടോ നോക്കിയാൽ മതി. തീ ഒന്ന് കത്തിച്ച് കൊടുക്കുകയും ചെയ്താൽ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ അകത്ത് പോയി അകത്ത് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അതവിടെ നമുക്ക് ഇന്നലെ കാറ്ററിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം ഇനി കാറ്ററിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിൽ ഇവിടെ വന്നുകൊണ്ട് പാത്രം കഴുകാൻ ഒരു പേടിയാണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ ചാക്കൊക്കെ വിരിച്ച് ഇവിടെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണതുകൊണ്ട് ഈ വരിവെള്ളം വരിക പറയില്ലേ, അങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് വെള്ളം ഒഴുകിയ തോട്ടിക്ക് പോവുക. അപ്പോൾ
ആ ചാക്ക് കൂടെയൊക്കെ മണ്ണൊക്കെ മേലെ നിന്ന് ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇവിടെ ആകെ വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല ചാക്കൊക്കെ വിരിച്ചിവിടെ വൃത്തിയാക്കണം. പിന്നെ ഇപ്പോൾ ഡെയിലി ഈ ഒരു പൈപ്പിൻ്റെ അടുത്തേക്ക് വരലില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ തുണികളൊക്കെ അലക്കൽ എന്തായാലും ഞാൻ പുഴയിൽ പോയിട്ടാണ് അലക്കൽ. ഇപ്പോൾ കല്ലുമ്മൽ അങ്ങനെ അലക്കലും ഇല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥലമാകുമ്പോൾ അവിടെ നല്ല വൃത്തിയിൽ കിടക്കും. ഇതിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കല്ലുമ്മൽ അലക്കലൊക്കെ കേട്ടോ. അപ്പം പുഴയ്ക്ക് തന്നെ അധികം ഞാൻ പുഴയിൽ പോകലാണ് ഇപ്പോൾ തുണികൾ അലക്കാൻ. അങ്ങനെ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഈ ചെമ്പ് ഇന്നലെ കഴുകേണ്ടതാണ്. അത് ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ട് രാവിലേക്കൊക്കെ മാറ്റി വെച്ചതാട്ടോ. അവിടെ മേലെ അടുപ്പിൻ്റെ മേലെ വെച്ചേക്കിനി. താഴെയൊക്കെ വെച്ചാൽ പിന്നെ പട്ടികളൊക്കെ തൊടും. രാത്രി ഒന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. എത്ര വെളിച്ചുണ്ടെങ്കിലും പിന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് തോടിൻ്റെ വക്കായതുകൊണ്ട് എവിടേക്ക് പാമ്പുകൾ ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ താഴെ ഭാഗത്ത് കൂടെയൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പം ഒരു പേടിയല്ലേ. അപ്പം അങ്ങനെ മാറ്റി വെച്ചതിന് അങ്ങനെ കറിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. അപ്പോൾ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അകത്തുള്ള പാത്രങ്ങളും കഴുകി പുറത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ ചോറുമായി കറിയായി. അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ. ഒന്ന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ചിക്കൻ കറിയും ചോറും തന്നെയാണ്. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല. ഇനി വേണമെങ്കിൽ അച്ചാറോ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക ചോറ്. അപ്പോൾ ഒക്കെ ആയി, ഒക്കെ റെഡിയാക്കിട്ടോ. പിന്നെ എന്താ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ടു. കിച്ചണും ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കിച്ചണത്തെ പരിപാടികളൊക്കെ തീർന്ന്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം. അപ്പോൾ ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അലക്കാൻ പോകാൻ നേരം വയ്ക്കും. പിന്നെ നല്ല വെയിലായി കഴിഞ്ഞാൽ ഗതികേടാണ്. അപ്പോൾ ഞാൻ പിന്നെ തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ പോയിട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ മഞ്ജുമോളും ഉണ്ട്. മഞ്ജുമോൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സ്കൂൾക്ക് പോയിട്ടില്ല, സ്പോർട്സാണ്. പിന്നെ ഒക്കെ വയറുവേദന ആയതുകൊണ്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഓളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഓളും എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് പുഴയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഈ പുഴ കാണുന്നത് കുറേ കൂട്ടുകാർക്ക് നല്ല ഇഷ്ടമാണ്. നല്ല വൃത്തിയുള്ള പുഴയാണ് കേട്ടോ നമ്മളെ പുഴ. നല്ല എന്താ പറയുക, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഞാൻ അലക്കാൻ പോണ സ്ഥലത്ത് അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ ഓരിനെ അങ്ങോട്ട് വിളിച്ചിട്ടോ, അങ്ങോട്ട് പോരി ഇവിടെ ഉണ്ട് കല്ല് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. ഇവിടെയാണ് സാധാരണ ഞാൻ ഇവിടെയാണ് അലക്കൽ. അവിടെ ഞാൻ അങ്ങനെ നിൽക്കലില്ല. അത് നമ്മൾ ഇറങ്ങി ചെല്ലണ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ നല്ല ഒരള്ള നല്ല കല്ലുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ രാവിലെ അലക്കാൻ വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങളിപ്പോൾ പുഴയിൽ വെള്ളം കുറവല്ലേ. ഞാൻ ഇടയ്ക്ക് കാണിക്കലുണ്ടല്ലോ വെള്ളം കൂടുമ്പോഴും ഒക്കെ ഞാൻ കാണിക്കലുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തേക്കൊക്കെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ നല്ല വെള്ളം ഉണ്ടായിനി. ഇപ്പം വെള്ളം കുറഞ്ഞിക്കണം കേട്ടോ. പിന്നെ അലക്കാൻ വരുമ്പോൾ വീഡിയോയിൽ എല്ലാവരും ഞാൻ കാണിക്കായിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ തുണികൾ അലക്കുന്ന ആൾക്കാരുണ്ട്. പുഴയ്ക്ക് വന്നാൽ എന്താ പറയുക, എത്ര അലക്കാണ്ടെങ്കിലും എളുപ്പത്തിൽ തീരും. അപ്പോൾ ഞാൻ വേഗം സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയായി കിട്ടും ചെയ്യും. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കണ കാട്ടിലും നല്ല വൃത്തിയിൽ കിട്ടും. ഇങ്ങനത്തെ കല്ലുമ്മൽ എന്താ നല്ലോണം ഉരച്ച് തിരുമ്പോൾ. പിന്നെ നമ്മളെ മക്കളൊക്കെ എൻ്റെ റിച്ചുമോൻ്റെ നിക്കറിലും ഒക്കെ നല്ലോണം ചളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴേ കടന്ന് ഉരുളലാ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അലക്കാനൊക്കെ നല്ല സുഖമാണ്. അതേപോലെ നമ്മളെ കിച്ചണിലുള്ള കിച്ചൺ ടവലുകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ അലക്കാൻ നല്ല സുഖമാണ്. നമ്മളെ വീട്ടിൽ സൗകര്യം ഇല്ലായിട്ടല്ല, അങ്ങനെ പുഴ അടുത്തുണ്ടാകുമ്പോൾ നമുക്കിതൊരു പുഴയിൽ വന്ന് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ഒന്ന് അലക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ താനെ വരും പുഴയ്ക്ക്. ഒരു പോയി അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും മഞ്ജുമോളും കുറച്ച് നേരം നിന്ന് നീന്തിയൊക്കെ ചെയ്തിട്ടോ. പിന്നെ കുളിക്കലൊന്നുമില്ല, കുളിക്കലൊക്കെ വീട്ടിൽ നിന്നാണ്. ജസ്റ്റ് ഒന്ന് മേലെ കുറച്ച് കണ്ട് പോരും. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് കുളിക്കലും ഒക്കെ കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ അലക്കി കൊണ്ടുവന്ന ഡ്രസ്സുകളുണ്ട് വിരിച്ചിടാൻ. അപ്പോൾ അത് വിരിച്ചിടുകയാണ് ഇനി. അപ്പോൾ ഇത്രേ ഉള്ളൂ. പുഴയിൽ പോയി വന്നാൽ പണികൾ പെട്ടെന്ന് തീരും. അപ്പോൾ എന്താ ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ്ങൊക്കെ ഇപ്പോൾ രാവിലെ കഴിഞ്ഞും ചെയ്തില്ലേ. ഇനിയിപ്പോൾ വല്ലാതൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യണം. പിന്നെ
പിന്നെ നമ്മളെ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റുകളൊന്നും ഈ മാസം ഞാൻ ഇറക്കി കൊടുത്തിട്ടില്ല. കഴിഞ്ഞ മാസം ലാസ്റ്റ് കുറച്ച് തോനെ ഇറക്കി കൊടുത്തിനി. അപ്പോൾ അതുകൊണ്ട് ഈ മാസം കുറച്ച് വൈകി കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇൻഷാല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മളെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റും അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ നമ്മൾ കോൺടാക്ട് ചെയ്തീനി കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ നമ്പർക്ക് മെസ്സേജ് അയച്ചിനി. അങ്ങനെ എൻ്റെ നമ്പറൊക്കെ കൊടുത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ കാണിക്കണ്ട് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.